ഇപ്പോൾ ബിജെപിയുടെ പ്രതിഷേധമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂരിൽ കമ്മീഷണർ ഓഫീസിലേക്കാണ് പ്രതിഷേധ മാർച്ച്. സിപിഐഎമ്മിന്റെ ഗുണ്ടായിസത്തിനെതിരായ പ്രതിഷേധം എന്നാണ് ബിജെപി പ്രതിഷേധത്തിൽ മുദ്രാവാക്യം ഉയർത്തുന്നത്. ഇപ്പോൾ ബാരിക്കേഡിന് മുകളിലേക്ക് വരെ പ്രവർത്തകർ കടന്നിരിക്കുന്നു. സുരേഷ് ഗോപിയുടെ MP ഓഫീസ് ഇന്നലെ ആക്രമിക്കുകയും അതിൽ MP ഓഫീസ് ബോർഡിന് മുകളിൽ കരിയോയിൽ ഒഴിക്കുകയും ചെയ്ത സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് ഈ പ്രതിഷേധ പ്രകടനം ഇപ്പോൾ ബിജെപി നടത്തുന്നത്. സുരേഷ് ഗോപിയുടെ ഓഫീസിന് നേരെ ഉണ്ടായത് ആക്രമണമാണ് എന്നതാണ് ബിജെപി പറയുന്നത്. നമുക്കൊപ്പം അർജുൻ മട്ടന്നൂറും ജെയ്സൺ ചാമവളപ്പിലും അഷ്കർ അലി കരിമയുണ്ട്. ജെയ്സൺ ചാമവളപ്പിൽ പ്രതിഷേധ മാർച്ച് ഇപ്പോൾ കമ്മീഷണർ ഓഫീസിലേക്ക് എത്തുന്ന വഴിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അവിടെ ഇപ്പോൾ തടഞ്ഞിരിക്കുകയാണ്. സൂര്യ, തീർച്ചയായും ഇപ്പോൾ കമ്മീഷണർ ഓഫീസിലേക്ക് എത്തുന്നതിന് 100 വാര അകലെ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞിരിക്കുന്നു. പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി നിൽക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. അല്പം മുമ്പ് പഴയ നടക്കാവിൽ നിന്നാണ് പ്രകടനം ആരംഭിക്കുന്നത്. ഇപ്പോൾ ഉദ്ഘാടന പരിപാടിയിലേക്ക് കടക്കുന്നു. പ്രതിഷേധ സമരത്തിൻ്റെ ഉദ്ഘാടനം ശോഭാ സുരേന്ദ്രനുണ്ട്, അതുപോലെ തന്നെ കെ സുരേന്ദ്രനുണ്ട്. ഇവരെല്ലാം ചേർന്നാണ് ഈ പരിപാടി നേതൃത്വം നൽകുന്നത്. ബാരിക്കേഡ് തകർക്കാനായിട്ടുള്ള ചെറിയ ശ്രമം ഇപ്പോൾ നടക്കുന്നുണ്ട്. അതിനുശേഷം ഉദ്ഘാടനത്തിന് ശേഷം വീണ്ടും ഒരു സംഘർഷ സാധ്യതയാണ് കാണുന്നത്. ഇപ്പോൾ നിരവധി പ്രവർത്തകർ കമ്മീഷണർ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട്. ബാരിക്കേഡ് നേരത്തെ തന്നെ ഇവിടെ സ്ഥാപിച്ച നിരവധി പോലീസുകാരെ സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുണ്ട്. ഒരു സംഘർഷ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് മുന്നൊരുക്കങ്ങൾ പോലീസ് നടത്തിയിരുന്നത്. കാരണം ഇന്നലെ രാത്രി നടന്ന അനിഷ്ട സംഭവങ്ങൾ, അതിൻ്റെ തുടർച്ച അതേറെ കഠിനമാകുമെന്ന ധാരണ പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ബാരിക്കേഡിന് മുകളിൽ കയറി നിൽക്കുന്നു ആളുകൾ. താഴേക്ക് ഇറങ്ങാൻ പാർട്ടി നേതാക്കൾ തന്നെ, ജില്ലാ നേതാക്കൾ തന്നെ ആവശ്യപ്പെടുകയാണ്. ഇതിനുശേഷം ഉദ്ഘാടന പ്രസംഗമാണ്. ഉദ്ഘാടനം ചെയ്യുന്നത് ശോഭാ സുരേന്ദ്രനുണ്ട്, അതുപോലെ തന്നെ മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനുണ്ട്. ഉദ്ഘാടനത്തിന് ശേഷമായിരിക്കും വീണ്ടും ഒരു സംഘർഷ സാധ്യതയിലേക്ക് കാര്യങ്ങൾ പോകുക എന്നതാണ് നാം ഊഹിക്കേണ്ടത്. ഏതായാലും വലിയ തോതിൽ പാർട്ടി പ്രവർത്തകർ എത്തിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായവരുടെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ 5 പേർ ഇപ്പോഴും ആശുപത്രിയിലാണ്. ഇന്നലെ ഉണ്ടായ സംഘർഷത്തിൽ കല്ലേറിൽ പരിക്കേറ്റപ്പോൾ ജലപീരങ്കി ഉപയോഗിക്കാൻ പോലീസ് ശ്രമിക്കുകയാണ്. ബാരിക്കേഡ് തകർക്കാനുള്ള ശ്രമവും ഇതോടൊപ്പം തന്നെ നടക്കുന്നു. അതിനിടയിലാണ് ജലപീരങ്കി ഉപയോഗിക്കാനായിട്ടുള്ള പോലീസിൻ്റെ ശ്രമം. ഇപ്പോൾ നമുക്ക് അദൃശ്യങ്ങൾ ജലപീരങ്കി ഉപയോഗിക്കുന്നു. പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചിരിക്കുന്നു. ഇപ്പോൾ പാർട്ടി പ്രവർത്തകർ ബാരിക്കേഡ് തകർക്കാൻ ശ്രമം നടക്കുന്നതിനിടെയാണ് ജലപീരങ്കി ഉപയോഗിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ ഇതിനെ പ്രതിരോധിക്കുക എന്ന നയമാണ് ഇപ്പോൾ പോലീസ് എടുത്തിരിക്കുന്നതെന്ന് നമുക്ക് ഇതിനുള്ള കാര്യം തുടക്കത്തിൽ ഒരു വനിതാ പ്രവർത്തക തെറിച്ചു വീഴുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാനാകും. തുടക്കത്തിൽ തന്നെ പോലീസ് ഇതിനെ പ്രതിരോധിക്കുക എന്ന നയമാണ് സ്വീകരിക്കുന്നതെന്നാണ് ഇപ്പോഴത്തെ പോലീസിൻ്റെ നീക്കങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. തുടക്കത്തിൽ തന്നെ ഈ പ്രകടനത്തിൻ്റെ ആവേശം കുറയ്ക്കുക. അതിനുശേഷം ഇപ്പോൾ പോലീസ് ഉദ്ഘാടന ചടങ്ങ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെയാണ് ഇത്തരത്തിൽ ജലപീരങ്കി പ്രയോഗം നടക്കുന്നത്. നമുക്കിപ്പോൾ B. ഗോപാലകൃഷ്ണനുണ്ട്, അപ്പുറത്ത് പ്രവർത്തകരെല്ലാം ശക്തമായ ജലപീരങ്കി പ്രയോഗത്തിൽ തെറിച്ചു വീഴുന്നതാണ് കാണുന്നത്. ഉദ്ഘാടനം പോലും നടക്കാത്ത സാഹചര്യത്തിൽ തുടക്കത്തിൽ തന്നെ പോലീസ് അതിശക്തമായ രീതിയിൽ ജലപീരങ്കി ഉപയോഗിച്ചിരിക്കുന്നു. ഇനി വീണ്ടും അതിരൂക്ഷമായ രീതി. അഷ്കർ അലി കരിമയുമുണ്ട്. അഷ്കർ, ജലപീരങ്കി പ്രയോഗിച്ചു, പക്ഷേ ആരും പിന്മാറുന്നില്ല. കൂടുതൽ പേർ അവിടേക്ക് ബാരിക്കേഡിനടുത്തേക്ക് എത്തുകയാണ്, സംഘടിച്ചെത്തുകയാണ്. പ്രതിഷേധം കനക്കുകയാണല്ലേ അഷ്കർ? വലിയ പ്രതിഷേധമാണ് BJPയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. കാരണം ഇന്നലെ ഉണ്ടായ സംഘർഷ സാഹചര്യം അത് വലിയ തോതിൽ രാഷ്ട്രീയമായിട്ടുള്ള സംഘർഷത്തിലേക്ക് പോയതൊക്കെ തന്നെ വലിയ തോതിൽ പ്രവർത്തകർക്ക് ആവേശം നൽകുന്ന ഒരു കാഴ്ച ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് തൃശ്ശൂരിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ വിവാദങ്ങൾ, വോട്ട് വിവാദങ്ങളൊക്കെ തന്നെ വലിയ തോതിൽ BJPയെ അത് രാഷ്ട്രീയമായി തന്നെ പ്രതിരോധിക്കുക എന്നുള്ള നിലപാടിലേക്ക് BJP സംസ്ഥാന നേതൃത്വം കൂടി എത്തിയതോടെയാണ് ശക്തമായൊരു പ്രതിഷേധം ഇപ്പോൾ BJPയുടെ ഭാഗത്തുണ്ടാക്കുന്നത്. കമ്മീഷണർ ഓഫീസിൻ്റെ തന്നെ 100 മീറ്റർ അകലെ വെച്ച് തന്നെ മാർച്ച് പോലീസ് ബാരിക്കേഡ് കെട്ടി തടഞ്ഞിരുന്നു. എന്നാൽ പിന്നീട് ഓടിയെത്തി
നടത്തിയ പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി പ്രതിഷേധിക്കുന്ന പ്രകടനം മുദ്രാവാക്യം വിളിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതിന് തൊട്ട് പിന്നാലെയാണ് പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കാതെ വന്നതോടെ ആദ്യഘട്ടത്തിൽ തന്നെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നത് ശക്തമായ ജലപീരങ്കി പ്രയോഗമാണ് നടത്തിയത്. പക്ഷേ എന്നിട്ട് പോലും പ്രവർത്തകർ പിരിഞ്ഞു പോകാതെ പ്രതിഷേധം തുടരുകയാണ്. അഥവാ കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് CPM നടത്തിയ പ്രതിഷേധ പ്രകടനം തുടർന്നുണ്ടായ സംഭവങ്ങളും അനിഷ്ട സംഭവങ്ങളുമൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് BJPയുടെ പ്രതിഷേധം. അതിൽ CPM നേതാക്കൾക്കും പ്രവർത്തകർക്കുമെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇന്നലെ നമുക്കറിയാം ഒരു CPMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് ഒരു BJP മാർച്ച് നടത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. തുടർന്നുള്ള സംഘർഷങ്ങളിൽ ചില ആളുകൾക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് ഇന്നിപ്പോൾ BJPയുടെ പ്രതിഷേധം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നൂറുകണക്കിന് പ്രവർത്തകരെ നിർത്തിക്കൊണ്ട് ശക്തമായൊരു പ്രതിരോധം, പ്രത്യേകിച്ച് വോട്ട് വിഭാഗത്തെ കൂടിയും വോട്ട് ചേർക്കൽ വിഭാഗത്തെ കൂടി പ്രതിരോധിച്ചെന്നുള്ള ലക്ഷ്യമിട്ടുകൊണ്ടുള്ള തന്നെ ശക്തമായൊരു പ്രതിഷേധ പ്രകടനമാണ് ഇപ്പോൾ BJPയുടെ നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ തോതിൽ പോലീസ് സുരക്ഷാ സന്നാഹവും ഇവിടെ ഒരുക്കിയിട്ടുണ്ടെന്നാൽ പോലീസ് ഒരുക്കിയ ബാരിക്കേഡുകളെ വലിച്ചു മറിച്ചിടാനുള്ള ശ്രമമാണ് ഇപ്പോൾ BJP പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശക്തമായി പോലീസ് അതിനെ പ്രതിരോധിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വലിയ തോതിലുള്ള പ്രതിഷേധം ഇല്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം BJPയുടെ ഭാഗത്ത് നേതൃത്വം ഉണ്ടാവുന്നു എന്നുള്ളതാണ്. മാത്രമല്ല വിഷയത്തിൽ എന്തെങ്കിലും വോട്ട് ചേർക്കലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിൽ ഇപ്പോൾ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളുമായി ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയോ അല്ലെങ്കിൽ കോടതികളെ സമീപിക്കട്ടെ എന്നുള്ളൊരു നിലപാടാണ് ഇപ്പോൾ BJP നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് മറുപടി പറയാൻ തങ്ങളില്ല. വേണമെങ്കിൽ ആവശ്യമുള്ളവർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയോ കോടതികളെ സമീപിച്ച് നീതി നേടിയെടുത്തോട്ടെ എന്നുള്ള, അതോ പൂർണ്ണമായും വിവാദങ്ങളെ അവഗണിച്ച് അതിന് കൃത്യമായ മറുപടി നൽകാതെ മറിച്ച് അത് നിയമപരമായി നേരിട്ടോട്ടെ എന്നുള്ളൊരു നിലപാട് കൂടി സ്വീകരിച്ചുകൊണ്ട് BJP നേതൃത്വം മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ആവശ്യം പ്രവർത്തകരിലുമുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ ആദ്യമായി BJPക്ക് ഒരു അക്കൗണ്ട് തുറക്കാൻ ലഭിച്ച ഒരു സാഹചര്യം കൂടിയാണ് തൃശ്ശൂർ. അതുകൊണ്ട് ആ അക്കൗണ്ടിൽ നിലനിർത്തുക, അതോടൊപ്പം അതിനെതിരെ വരുന്ന ആരോപണങ്ങളെ പ്രതിരോധിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ രണ്ടാം തവണ കൂടി ജലപീരങ്കി പ്രയോഗിക്കുന്നു. രണ്ടാം തവണയും BJP മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കാൻ ആദ്യ